നമുക്ക് കാണാം. ഗോവിന്ദച്ചാമിയുമായി കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്നുള്ള വാഹനം ഇപ്പോൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ നിമിഷങ്ങൾക്കകം തന്നെ ഗോവിന്ദച്ചാമിയെ പുറത്തേക്ക് ഇറക്കും. വലിയ പോലീസ് സുരക്ഷാ വിന്യാസം ഇവിടെയുണ്ട്. നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ മറ്റൊരു പാളിച്ച ഇതിലുണ്ടാവാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ജയിലിലെ സുരക്ഷാ വീഴ്ച അത് കാരണമാണ് ഇയാൾ ഇത്തരത്തിൽ ജയിൽ ചാടിയത് എന്ന് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു പാളിച്ച ഉണ്ടാവരുത് എന്നതാണ് പോലീസ് കരുതുന്നത്. അപ്പോൾ അത്രത്തോളം സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തേക്ക് തെളിവെടുപ്പിനായി ഗോവിന്ദച്ചാമിയെ എത്തിച്ചിട്ടുള്ളത്. കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ജയിൽ കവാടം കടന്ന് ഇപ്പോൾ ജയിൽ കവാടം തുറന്ന് ഗോവിന്ദച്ചാമി ഇപ്പോൾ അകത്തേക്ക് കയറ്റുകയാണ്. ജയിലിനകത്ത് തെളിവെടുപ്പുണ്ടാകും. പ്രധാനമായും ഈ 10-ാം ബ്ലോക്കിലെ ബി സെല്ലിൽ നിന്നാണ് അവിടുത്തെ ഇരുമ്പ് വാതിൽ മുറിച്ച് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയത്. അതിനുശേഷം ക്വാറന്റൈൻ ബ്ലോക്കിലെത്തി. ക്വാറന്റൈൻ ബ്ലോക്കിൽ നിന്നും അത് മറികടന്ന് പിന്നീട് ഇവിടെ വലിയ ടാങ്ക് കുളിക്കാൻ വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് എടുത്ത് അതിന് മുകളിൽ കയറി ഈ 10-ാം ബ്ലോക്കിന് സമീപമുള്ള ക്വാറന്റൈൻ ബ്ലോക്കിന് അപ്പുറമുള്ള വലിയ മതിൽ 7.5 അടി നീളമുള്ള കവാടം ആ മതിൽ കടന്നാണ് ഇയാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത്തരം ഈ സെല്ല് മുതൽ ഈ ചാടി രക്ഷപ്പെട്ട സ്ഥലം വരെയുള്ള കാര്യങ്ങൾ അത് തെളിവെടുപ്പായി തന്നെ അതൊരു റീക്രിയേറ്റ് ചെയ്യുക എന്ന് തന്നെയായിരിക്കും പോലീസ് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനായാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം നേരത്തെ ഒരു നിർണായകമായിട്ടുള്ള മൊഴി കൂടി പുറത്തു വന്നിരുന്നു. സഹ തടവുകാരൻ കൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്, ഈ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അവരെ ആ കാര്യങ്ങൾ കൂടി പോലീസിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഇയാളെ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇവിടുത്തെ തെളിവെടുപ്പിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. പോലീസ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്.